ഉക്രൈൻ കുക്കിൻ്റെ ടൂണ കട്ടിങ് കാണാം കേട്ടോ. ഇത് നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ ചീഫ് കുക്ക് ഇന്നത്തെ പരിപാടി എന്താണ്. ഓക്കെ, ഗാലി എന്ന് വെച്ചാൽ ഫുഡ് പാചകം ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അകത്തേക്ക് പോയിട്ട് നോക്കാം. Excellent. Thank you. You are from? Which place you are from? Ukraine, Odessa. നമ്മുടെ ചീഫ് കുക്ക് ഇവിടെ ഉള്ളത് ഉക്രൈനാണ്. ഉക്രൈനത്തെ ഒഡേസയിലാണ്. നമുക്ക് തീറ്റ ഭാഗ്യം ഉണ്ടെങ്കിൽ കുക്ക് നന്നാവണം. ഇപ്പോൾ എവിടത്തെ ആണെങ്കിലും ശരി. അപ്പോൾ ആളുടെ ബിരിയാണിക്ക് അടിപൊളിയാണ്. അപ്പോൾ ആൾ മീൻ ടൂണ ഫിഷ് ഉണ്ട്. ടൂണ ഫിഷ് നേരാക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മളുടെ നാട്ടിൽ നേരാക്കണ മാതിരി അല്ല ഇവിടെ. നല്ല കത്തിയൊക്കെ നല്ല മൂർച്ചയാണ് ഉണ്ടല്ലോ. നല്ല ഷാർപ്പ് മാതിരി ഉണ്ട്, റേസർ മാതിരി ഉണ്ടാവും. നല്ല മൂർച്ചയില്ല കട്ട് ചെയ്യണത്. അത് നോക്കിക്കോളൂ. ആ രണ്ട് സൈഡും കത്തിയ കൈയൊക്കെ സൂക്ഷിച്ച് വേണം. അപ്പോൾ അതിന് വേറെ സംവിധാനമുണ്ട് കപ്പലിൽ. നമുക്ക് ഇടാനായിട്ട് ഇങ്ങനത്തെ സ്റ്റീൽ ഗ്ലൗസ് ഉണ്ട്. അപ്പോൾ അതിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ ഇടത് കൈയിലാണ് ഇടുക. വലത് കൈ കൊണ്ട് കട്ട് ചെയ്യുക, ഇടത് കൈ കൊണ്ട് ഇടുക കേട്ടോ. ഇട്ട ശേഷം നമ്മൾ വലത് കൈ കൊണ്ട് കത്തി പിടിച്ചിട്ട് ഇടത് കൈ കൊണ്ട് കട്ട് ചെയ്യാം. അത് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. വെറും മെയ്ഡ് ഓഫ് സ്റ്റീലാണ്, മെഷാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ കട്ട് ചെയ്യണത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിട്ട് കട്ട് ചെയ്തതിൽ കൈമുറിയില്ല. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് പച്ച ബോർഡാണ്. മീറ്റ് കട്ട് ചെയ്യാനായിട്ട് ചുവന്ന ബോർഡാണ് ഉപയോഗിക്കുക. ഇത് ബ്രസീലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഈ ക്വാറൻറ്റൈൻ എന്ന് പറയും. ഇവിടെ ഇതുണ്ടല്ലോ ഫുഡ് കൺട്രോൾ എന്ന് പറയില്ലേ, ഹെൽത്ത് ആൻഡ് ഫുഡ് സേഫ്റ്റി. അതേമാതിരി അവിടെ ബ്രസീലിൽ പോയി കഴിഞ്ഞാൽ കമ്പൾസറി ആയിട്ടും ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗ്ലൗസ് ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മുടെ കുക്ക് കട്ട് ചെയ്യണം. നോക്കൂ, നല്ല ഷാർപ്പാണ് ഇതേ. ആളൊക്കെ പിന്നെ നന്നായി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് സൂക്ഷിച്ചിട്ട് ഇതാ കംപ്ലീറ്റ് വേസ്റ്റായി കളയുക. നാട്ടിൽ ഒരു 10 കിലോൻ്റെ മീൻ മേടിച്ച് കഴിഞ്ഞാൽ 4 കിലോ വേസ്റ്റ്, 4 കിലോ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 6 കിലോ വേസ്റ്റ് ഉണ്ടല്ലേ. അതുകൊണ്ട് ആ ബ്ലഡിൻ്റെയും ഇതെല്ലാം വൃത്തിയായിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചെന്ത് ആ നടുക്കൊരു പീസ് ആൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കണോ അല്ലേ. അപ്പോഴാണ് പറയണത് ഇതിനകത്ത് ബ്ലഡിൻ്റെ സ്മെല്ലും വരും, അതുമാതിരി ചെറിയ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതിനാണ് അത് എടുത്തത് കളയണം. നമ്മുടെ ആൾക്കാർ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഇതൊക്കെ നോക്കി പഠിച്ചോളൂ. പിന്നെ നമ്മളൊക്കെ സാധാരണ സ്കിന്നൊക്കെ തോലൊക്കെ ഉരിച്ചിട്ടല്ലേ ഉപയോഗിക്കുക. ഇവർ അങ്ങനെയല്ല ചെയ്യണത് കണ്ടല്ലേ. മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് നൈസായിട്ട് അങ്ങോട്ട് ഉരിഞ്ഞെടുക്കുകയാണ്. കാര്യം ഈ ഫോർക്കും സ്പൂണൊക്കെ കൊണ്ട് കഴിക്കുന്ന സമയത്ത് മുള്ളൊന്നും വായിൽ കുത്താതിരിക്കാണ്. ചെറിയ കുട്ടികൾക്ക് വരെ ഇത് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ട്യൂണ അധികം എണ്ണയിട്ട് വറുക്കാറില്ല, ഓവണാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുമാതിരി ഫ്രോസണിലും തന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, സോസൊക്കെ ഒഴിച്ച് നന്നായി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ക്രീം പ്രത്യേകതരം ക്രീമൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതുണ്ടാക്കും സലാഡും അങ്ങനെയൊക്കെ. ഈ കംപ്ലീറ്റ് ഇത് വേസ്റ്റ് ഉണ്ടല്ലോ, ഈ വേസ്റ്റൊക്കെ നമുക്കിനി കളയാനേ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലും സൈഡ് തലക്കറിയൊക്കെ ഉണ്ടാക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടലിൽ ഈ മീനിൻ്റെ വേസ്റ്റ് കടലിൽ കളയാൻ പറ്റും. മറ്റ് വേസ്റ്റൊന്നും കളയാൻ പറ്റില്ല. അത് പോർട്ടിന് അടുത്ത് കളയാനും പറ്റില്ല. പോർട്ടിനൊരു 12 കിലോമീറ്റർ ദൂരം മാത്രമേ കളയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു കുക്കി. കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.